പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം പാളയം മാർക്കറ്റ് പൊളിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. നേരത്തെ തന്നെ ഈ കാര്യങ്ങളിൽ പ്രതിഷേധം ഉണ്ടായിരുന്നതാണ്. താൽക്കാലികമായി ഒരുക്കിയ കെട്ടിട സമുച്ചയത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്നതാണ് കടയുടമകൾ ആരോപിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ പ്രതിഷേധമുള്ളതും. കടകൾ ഒഴിപ്പിക്കാനെത്തിയ നഗരസഭാ ഉദ്യോഗസ്ഥർക്ക് പോലീസ് സംരക്ഷണം ഒരുക്കേണ്ട സാഹചര്യവും ഉണ്ടായി. ആ റിപ്പോർട്ടിലേക്ക്. പാളയം കണ്ണിമേറ മാർക്കറ്റിന്റെ പുനർനിർമ്മാണത്തിനായി വ്യാപാരികളെല്ലാം താൽക്കാലിക കെട്ടിടത്തിലേക്ക് മാറണമെന്നായിരുന്നു കോർപ്പറേഷന്റെ അന്ത്യശാസനം. എന്നാൽ മതിയായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ താൽക്കാലിക കെട്ടിടത്തിലേക്ക് മാറില്ലെന്ന് വ്യാപാരികൾ പറഞ്ഞു. പക്ഷേ ഇന്ന് ഈ വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിപ്പിക്കാൻ കോർപ്പറേഷൻ അധികൃതർ എത്തിയതോടെയാണ് വലിയ പ്രതിഷേധം പാളയം മാർക്കറ്റിലുണ്ടായത്. കോർപ്പറേഷൻ സെക്രട്ടറി നീതി പാലിക്കുക. മാലിന്യക്കൂനയും ദുർഗന്ധവും പാളയം കണ്ണിമേറ മാർക്കറ്റിന്റെ ശാപമാണ്. ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി നിലവിലെ മാർക്കറ്റ് പൊളിച്ച ബഹുനില കെട്ടിടം നിർമ്മിക്കാനുള്ള പദ്ധതി നഗരസഭ തയ്യാറാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി വ്യാപാരികൾക്ക് താൽക്കാലിക കടമുറികളും നിർമ്മിച്ചു നൽകി. എന്നാൽ ഇവിടേക്ക് മാറാൻ കച്ചവടക്കാർ തയ്യാറായില്ല. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതാണ് കാരണമായി വ്യാപാരികൾ പറയുന്നത്. മതിയായ സൗകര്യമില്ല. എല്ലാം വായു സഞ്ചാരം ഒന്നുമില്ലാതെ ഒരു ബിൽഡിംഗ് കെട്ടിയിട്ട് അതിനടുത്ത് തന്നെ ഒരു മീറ്റർ ഡിസ്റ്റൻസിൽ 6000-ഓളം ടൺ വേസ്റ്റ് അതിൻ്റെ മേളിൽ കിടക്കുന്നു, അതിനടുത്ത് കിടക്കുന്നുണ്ട്. ആ വേസ്റ്റ് മാറാനായി മാറ്റി കൊടുക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും കേൾക്കാതെയാണ് ഞങ്ങളെ ഇപ്പോൾ ബലാത്കാരമായിട്ട് അങ്ങോട്ട് ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ 10 വരെ കടമുറികൾ ഒഴിപ്പിക്കരുതെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം. ഇതിന് പിന്നാലെ കടമുറികൾ ഒഴിപ്പിക്കാനെത്തിയ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെ വ്യാപാരികൾ തടഞ്ഞു. പോലീസ് സംരക്ഷണത്തിലാണ് കടമുറികൾ നഗരസഭ ഒഴിപ്പിച്ചത്. ഇത്രയും വേസ്റ്റ് ഇവിടെ കിടക്കുമ്പോഴത്തേക്ക് മനുഷ്യന്റെ വേസ്റ്റ് നാറും പോലെ ലെവലിൽ പച്ചയായിട്ട് നാറുന്നുണ്ട്. ഇത്രയും നാറ്റം കണ്ടിട്ടും ഞങ്ങൾ അവിടെ പോകണമെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ആരെങ്കിലും വരണ്ടേ? ഭയങ്കര സ്മെല്ല. അത് മാറ്റാൻ പറഞ്ഞിട്ട് പോലും ഇതൊരിക്കലും മാറ്റിയിട്ടില്ല. പിന്നെ ഞങ്ങൾ എങ്ങോട്ടാണ് പോണത്? കട കൊള്ളയടിക്കണേന് സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പണ്ട് ഈ തീവെപ്പും കൊള്ളിവെപ്പും നടന്ന ഒരു സമയത്ത് കടകൾ ഏത് രീതിയിലാണോ കച്ചവടക്കാരെ ദ്രോഹിച്ചത് അതേ ലെവലിൽ ഇപ്പം കോർപ്പറേഷൻ അധികാരികളും പോലീസുകാരും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 301 കടക്കാരെയാണ് നിലവിലെ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിക്കുന്നത്. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കണ്ണിമേറ മാർക്കറ്റ് നവീകരിക്കുന്നത്. 3 ബ്ലോക്കുകളിലായി 3 നില കെട്ടിടങ്ങളാണ് താൽക്കാലിക കെട്ടിട സമുച്ചയത്തിലുള്ളത്. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഇത്ര പ്രാധാന്യമുള്ളതാണ് പാളയത്തെ കണ്ണിമേറ മാർക്കറ്റ്. അവിടെ നിന്നും ഈ ജീവനക്കാരെ, തൊഴിലാളികളെ ഒഴിപ്പിക്കുന്നത് അവർക്ക് മതിയായ രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടായിരിക്കണം. നേരത്തെ തന്നെ ഈ കാര്യത്തിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടായതാണ്. ഇപ്പോൾ അത് പ്രതിഷേധം കുറെ കൂടി കനക്കുന്നു എന്നതാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇഷ്ടമുള്ളവർക്കും അവരുടെ ആൾക്കാർക്കും ഗ്രൗണ്ട് ഫ്ലോറിൽ എല്ലായിടത്തും കടകൾ അനുവദിച്ചു. അവരുടെ ആൾക്കാരാണ് ഇപ്പോൾ താഴെ ഇരിക്കുന്നവരെല്ലാം. പോയിട്ട് ഞങ്ങൾക്ക് കടകളെല്ലാം 3-ാമത്തെ 4-ാമത്തെ നിലയിൽ ഈ തേങ്ങ വാങ്ങിക്കാനും സാധനം മേടിക്കുന്ന ആൾക്കാർ എങ്ങനെ കയറി വരും? ഭൂരിപക്ഷം 90% കടക്കാർ ഇവിടെ തന്നെയുണ്ട്. അപ്പം ഞങ്ങൾക്ക് തന്ന വഴിയിലാണ് ഈ മീൻകച്ചവട ബാക്കികളും ചെളിയും വെള്ളമില്ല. അപ്പോൾ അതിനകത്ത് കയറാൻ പോലും ഒരു മാർഗ്ഗമില്ലാത്ത രീതിയിൽ ഇപ്പോഴത്തെ നമ്മുടെ സെക്രട്ടറി ചെയ്തു വെച്ചു. നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ സ്റ്റേ വയ്ക്കേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ അപ്പുറത്തോട്ട് മാറ്റണത് എല്ലാ പുനരധിവാസത്തിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് അങ്ങോട്ട് മാറ്റണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ സ്റ്റേ കോടതി തരേണ്ട ആവശ്യമില്ല. ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ.